ഒരു രോഹിത് വെമുലയോ നിറത്തിൻ്റെ പേരിൽ ഹോമിക്കപ്പെട്ട, പിന്നെ റാഗിങ്ങിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു സിദ്ധാർത്ഥനോ ഇനി കേരളത്തിൽ ഉണ്ടാവരുത്. സ്വപ്നങ്ങളാണ് ഹോമിക്കപ്പെട്ടത്. ഇതിൻ്റെ കൂടെ തന്നെ മെയ് 5-ാം തീയതി നടക്കുന്ന നീറ്റ് അവൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അവൻ്റെ സഹോദരിമാരാണ് ഫീസ് തന്നെ അടച്ചത്. അവ എല്ലാം വേണ്ടി അതിനുവേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, അച്ഛാ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു MBBS സ്റ്റുഡൻ്റായി പുറത്തിറങ്ങും, അത് നിങ്ങൾ നോക്കിക്കോ. ഏകദേശം ഒരു 12-1 മണിയാകുമ്പോൾ ഇവിടെ എഴുന്നേറ്റിരിക്കും. എൻ്റെ മോൻ വരണമെന്ന് പറഞ്ഞു നോക്കി. അവൻ്റെ ഡ്രസ്സുകൾ ആർക്ക് കൊടുക്കണം? അവൻ പഠിച്ച ടെസ്റ്റുകളെല്ലാം ഇവിടെ ഉണ്ട്, കെട്ടുകണക്കിനതായിരിക്കണം. ഇതിന് എന്തിനു വേണ്ടി? അധ്യാപകനെ പുറത്താക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇതിൻ്റെ കുടുംബത്തിന് കിട്ടുന്ന ആദ്യത്തെ ആശ്വാസ വാക്കാണിത്. കേരളം ഇന്ന് അങ്ങോളം ഇങ്ങോളം പല സംഘടനകളും ധർണകളും പിക്കറ്റിങ്ങുകളും പ്രക്ഷോഭങ്ങളുമൊക്കെ നടക്കുകയാണെങ്കിലും ഇന്നുവരെയും ഇതുപോലുള്ള ഒരു നടപടി ആരും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ മറ്റുള്ള പ്രക്ഷോഭങ്ങളുടെയും ധർണകളുടെയും എല്ലാത്തിൻ്റെയും മാധ്യമപ്രവർത്തകരുടെ എല്ലാവരുടെയും ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെൻറ്റ് റാമിനെ പുറത്താക്കിയെന്ന് അറിഞ്ഞതിൽ സന്തോഷം. പക്ഷേ അതുകൊണ്ട് നിതിനിൽ നീതി ലഭിക്കില്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് വൻകരങ്ങളാണ്. അത് കേരളത്തിൽ ഇന്ന് അങ്ങോളം ഇങ്ങോളം എല്ലാ അച്ഛനും അമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും എല്ലാം അറിയാവുന്നതാണ് കാര്യമാണ്. പക്ഷേ അവിടെ ഒരു ശ്രീലേഖ നമ്പ്യാർ, ഒരു വാർഡൻ കമൽ, ഒരു ശ്രീലത, ഒരു പ്രിൻസിപ്പൽ വിനോദ് മോനി, ഇവരെല്ലാം ഒത്തുകളിച്ചാണ് എൻ്റെ മോനെ കൊന്നിരിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്നത്. അപ്പോൾ ഇവർക്കും ഈ കോളേജിൽ നിന്ന് ഇവരെയും പുറത്താക്കി ഇവർക്കും തക്കതായ ശിക്ഷകൾ വാങ്ങിച്ചു കൊടുക്കണം. കാരണം ഒരു അർഹതയുമില്ല ഇവിടെ അവർക്ക് പഠിപ്പിക്കാനോ വാർഡനായിട്ടിരിക്കാനോ പ്രിൻസിപ്പാളായിട്ടിരിക്കാനോ ഒരു അർഹത. ഈ പ്രിൻസിപ്പൾ എന്ന് പറയുന്നവൻ ഏതോ പെണ്ണുകാസനം കണ്ടപ്പെട്ട് തിരിച്ചു വന്നെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയാൻ പറ്റുന്നത്. അവൻ എന്ത് യോഗ്യതയാണ് എൻ്റെ മോനെ ഇങ്ങനെ ഹരാസ് ചെയ്ത് സംസാരിക്കുന്നത്? കാരണം എനിക്ക് പോലും അവനെ അറിയത്തില്ല. കാരണം 2 മാസത്തിനകമായുള്ള അവൻ അവിടെ വന്നിട്ട് എൻ്റെ മോൻ്റെ ക്ലാസ് 1 വർഷത്തെ ക്ലാസ് തന്നെ തീരാറായി. അപ്പോൾ എന്തുകൊണ്ടാണ് അവൻ തന്നെ ഈ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പിന്നെ നിതിൻ്റെ രക്ഷാകർത്താക്കൾ ഒന്നും ആരോപണം ഉന്നയിച്ച പരമനാറിയാണ് അവൻ. കാരണം അവൻ അങ്ങനെ പറയേണ്ട യാതൊരു യോഗ്യതയില്ല. ഈ അവൻ്റെ മോനാണ് ഒരു കെട്ടിടത്തിൽ നിന്ന് ചാടി സൂയിസൈഡ് ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവൻ ഏത് രീതി പ്രതികരിച്ചത്? അപ്പോൾ അവർ മനുഷ്യനല്ല, അവൻ പണവും വാങ്ങിച്ചുകൊണ്ട് മറ്റുള്ള സംഘടനകളെന്നോ അല്ലെങ്കിൽ ആ ട്രസ്റ്റിൻ്റെ എന്നോ പണവും വാങ്ങിച്ചുകൊണ്ട് നാറിയ പണി ചെയ്യണവനാണ്. അവനെയാണ് ആദ്യം വെളിയിലാക്കേണ്ടത്. അതുപോലെ ഈ ശ്രീലതാമയ എന്ന് പറയുന്ന അവർക്കും 2 മക്കളുണ്ട്. ഒരാൾ ഡോക്ടർ, ഒരാൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കണം എന്ന് പറയുന്നത്. അവർ നാറിയ പ്രവൃത്തിയല്ലേ കാണിച്ച? ലോണാപ്പെടുത്ത് അവൻ്റെ പേരിൽ എന്തെങ്കിലും ഇഷ്യൂസ് 29 കോളോ 9 വാട്സാപ്പ് മെസ്സേജുകളോ വന്നെന്ന് അവർ പറയുന്നു. ഞാൻ ഇരിക്കുന്നത് അവൻ്റെ കാര്യങ്ങൾ നോക്കാനാണ്. അങ്ങനെ ഉണ്ട് എന്നെ വിളിച്ചറിയിക്കണം. എന്നെ വിളിച്ചറിയിച്ചിട്ട് ശക്തമായി പറയണം, എനിക്ക് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം, നിങ്ങൾക്ക് ലോണോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ അടയ്ക്കണമെന്ന് പറയണം. എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പോൾ ഇതെല്ലാം ഗുരുതരമായ വീഴ്ചയാണ് അവിടെ പറ്റിയിരിക്കുന്നത്. ഗുരുതരമായ വീഴ്ചയാണെന്ന് പറഞ്ഞാൽ ഒരു മാതാപിതാക്കൾക്കും ഇത് സങ്കല്പിക്കാൻ പറ്റില്ല. ഇവരെയൊക്കെ എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിലേ ഞാനൊന്ന് ഇവിടെ ക്രിമിനൽ കുറ്റവാളിയോ മറ്റൊന്നുമല്ല, സാധാരണ ഇവിടെ എല്ലാം തിരക്കില്ല, സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മാന്യനായ ഒരു അച്ഛനാണ്. പക്ഷേ എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഞാൻ ചെയ്ത് കളഞ്ഞനെ. കാരണം അത്രയും രോക്ഷമാണ് എനിക്ക്. ഇവരൊക്കെ എന്ത് ഇതിലാണ് ഇവർ ആ കോളേജിലെ വിദ്യാർത്ഥികളോട് പെരുമാറുന്നത്? എന്ത് ഫെസിലിറ്റീസിലാണ് അവിടെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നത്? അപ്പോൾ ഇവർ ഈ കാണിക്കുന്ന തെമ്മാടിത്തത്തിനെതിരെ കേരളം മൊത്തത്തിൽ പ്രതികരിക്കണം. വിദ്യാർത്ഥികൾ അവിടെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയർ ഒക്കെ എല്ലാ വിദ്യാർത്ഥികളും ഉണ്ട്. അവരുടെ എല്ലാവരും ഭാവി മുന്നിൽ കൊണ്ടുകൊണ്ട് ആരെ ഇൻറ്റേൺഷിപ്പിൽ മാർക്കൊന്നും അവന്മാർ കുറയ്ക്കില്ല. ആരെയും താഴെ സെല്ലാറിലിട്ട് കൂട്ടൊന്നുമില്ല. ഒരു റാം പോയാൽ മറ്റൊരുത്തം വരും. പക്ഷേ അങ്ങനെയൊന്നും അല്ല കേസ്. വിദ്യാർത്ഥികളെ നിങ്ങൾ വീണ്ടും നിതിൻ രാജിൻ്റെ കൂടെ തന്നെ നിൽക്കണം. സമരങ്ങൾ ശക്തമാക്കണം, സംഘടിപ്പിക്കണം. മറ്റുള്ളവരെ ഇതിൻ്റെ മുന്നിൽ നിന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷനെ വാങ്ങിച്ചു കൊടുക്കണം. ഒരു രോഹിത് വെമുലയോ നിറത്തിൻ്റെ പേരിൽ ഹോമിക്കപ്പെട്ട, പിന്നെ റാഗിങ്ങിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു സിദ്ധാർത്ഥനോ ഇനി കേരളത്തിൽ ഉണ്ടാവരുത്. അതുപോലെ എൻ്റെ മോന് നേരിട്ട അവമാനം ഇപ്പോൾ അവർ ആപ്പിലൂടെയും മറ്റുള്ള കൃത്രിമമായ വ്യാജ പരാതികളുടെയും മീതേക്ക് അവർ കൂട്ടം ചേർത്ത് ഇത് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, പല വ്യക്തികളും സംഘടനകളും ഒക്കെ നിതിന് വേണ്ടി പല സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളും ഒക്കെ വാഗ്ദാനം ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ട് എൻ്റെ മോൻ്റെ ജീവിതം ബന്ധാടി അവർക്ക് എൻ്റെ മോനെ തിരിച്ചു തരാൻ പറ്റുമോ? സാമ്പത്തിക സഹായങ്ങളല്ല എനിക്ക് മുഖ്യമായ വിഷയം. എൻ്റെ മുഖ്യമായ വിഷയം എന്ന് പറഞ്ഞാൽ ഈ കൊലവെറിയന്മാരെ നിയമത്തിന് കൊണ്ടുവരണം. ഇതിൽ ആരൊക്കെയാണ് ഇടപെട്ട അവരെല്ലാം ശക്തമായി തന്നെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അത് തീരെ നേരം ഒരച്ഛന്
ജീവിച്ച് കൊതി തീരാത്ത ഒരു മകനുണ്ട്. അവൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളാണ്, സ്വപ്നങ്ങളാണ് ഹോമിക്കപ്പെട്ടത്. ഇതിൻ്റെ കൂടെ തന്നെ മെയ് 5-ാം തീയതി നടക്കുന്ന നീറ്റ് അവൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അവൻ്റെ സഹോദരിമാരാണ് ഫീസ് തന്നെ അടച്ചത്. അവൻ എല്ലാം വേണ്ടി അതിനുവേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, അച്ഛാ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു MBBS സ്റ്റുഡൻ്റായി പുറത്തിറങ്ങും, അത് നിങ്ങൾ നോക്കിക്കോ. അവൻ്റെ ആ ഉത്തരവാദിത്തം പോലും അവൻ്റെ ആ ആഗ്രഹങ്ങൾ പോലും കരിച്ച് ഇല്ലാതാക്കി എറിഞ്ഞുടച്ച ആ കാലപര്യന്മാരെ ഈ നിയമത്തിൽ മുന്നിൽ കൊണ്ടുവരാതെ എനിക്ക് ഇനി ഒരു ജീവിതമല്ല. ഇന്നത്തെ ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായെന്നറിയാം. വെള്ളം പാനീയങ്ങളാണ് ഞങ്ങൾ കുടിക്കും. ഇവിടെ കുടിയരോട് ചോദിക്കുക, അമ്മ അപ്പോഴപ്പോഴ ഹോസ്പിറ്റലിലും മറ്റുള്ള മരുന്നുകളും കഴിച്ചാണ് ജീവിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ ഏകദേശം ഒരു 12-1 മണിയാകുമ്പോൾ ഇവിടെ എഴുന്നേറ്റിരിക്കും. എൻ്റെ മോൻ വരണമെന്ന് പറഞ്ഞ് നോക്കി അവൻ്റെ ഡ്രസ്സുകൾ ആർക്ക് കൊടുക്കണം, അവൻ പഠിച്ച ടെസ്റ്റുകളെല്ലാം ഇവിടെ ഉണ്ട്, കെട്ടുകണക്കിനായിരിക്കണം. ഇതിന് എന്തിനു വേണ്ടി ഇതാ കെട്ടുകണക്കിന് ലോഡ് കണക്കിന് സാധനങ്ങൾ ഇരിക്കണം. അവൻ്റെ സർട്ടിഫിക്കറ്റുകൾ, പഴയ സർട്ടിഫിക്കറ്റുകൾ, അവൻ്റെ ട്രോഫികൾ, കലോത്സവങ്ങൾക്ക് കിട്ടിയ ട്രോഫികൾ എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാം ഇതിന് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? അവന്മാർ കൊണ്ടുപോയി പുഴുങ്ങി തിന്നിട്ട് ആ ട്രസ്റ്റും എല്ലാം കൂടെ അവന്മാർക്ക് എപ്പോഴെങ്കിലും വീക്കുമല്ലോ. പക്ഷേ ഇതൊന്നും കൊണ്ട് ഞങ്ങൾ നിശബ്ദരായിരിക്കില്ല. ഒരു റാവിനെ പുറത്താക്കിയുണ്ട്, ബാക്കി ഇതിൻ്റെ പിന്നിൽ ഏവളൊക്കെ ഉണ്ട്. അവരെല്ലാം ഈ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്ന നേരം ശക്തമായി എന്ത് നടപടികൾക്കും ആരെ കൂടെ ഞങ്ങൾ നിൽക്കും. കാരണം എൻ്റെ മോൻ്റെ സുരക്ഷയാണ് ഇനി ആവശ്യമെന്ന് മുമ്പ് ഞാൻ വിചാരിച്ചതുപോലെ ഇനി അവൻ്റെ ഈ കൊലപാതകികളെ മുന്നിൽ കൊണ്ടുവന്ന് അവന് എല്ലാവിധമായ നിയമ സംവിധാനങ്ങളും ചെയ്ത് ഇനിയൊരു നിതിൻ രാജ് കേരളത്തിൽ ഉണ്ടാവില്ല. ഇത്രയും പറഞ്ഞു.